ഹലോ, ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഫിഷ് ഫ്രൈ ആട്ടോ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 2 അയിലയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ 8 പീസാക്കിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഇത് നന്നായിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കണേ. ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കാനായിട്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടും, പിന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുകൂടാതെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാൻ വെച്ച് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാവരും ഫ്രൈ ചെയ്യാനായിട്ട് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.